നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കളിയുടെ 84-ാമത്തെ മിനിറ്റിലെ പെനാൽറ്റി ബോക്സിൽ അൺമാർക്കഡായി നിൽക്കുന്ന സുനിൽ ഛേത്രിയെ തേടി മഹേഷിൻ്റെ ഒരു കിടിലൻ ലെഫ്റ്റ് ഫുട്ടഡ് ക്രോസ് വരുന്നുണ്ട്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ് സുനിൽ ഛേത്രി പന്ത് വലയിലേക്ക് എത്തിക്കുമെന്നാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് തെറ്റിപ്പോയതാവണം. വളരെ ഫീബിളായിട്ടുള്ളൊരു ഹെഡർ അത് പുറത്തേക്ക് പോവുകയായിരുന്നു. വലിയ നിരാശ തോന്നിയ നിമിഷം. മനോലോ മാർക്കസിന് അത് സ്വാഭാവികമായിട്ടും നിരാശയുണ്ടാക്കിയിട്ടുണ്ടാവണം. എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളും നിരാശപ്പെട്ടൊരു ഘട്ടമാണത്. തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ പിൻവലിക്കുന്നു. സുഭാഷിഷ് ബോസിനെയും പിൻവലിക്കുന്നു. ഇർഫാനെയും ആഷിഖ് കുരുണിനെയും കളിക്കളത്തിലേക്ക് വിടുന്നു. സുഭാഷിഷ് ബോസിനും അതുപോലെ ഒരു കിടിലൻ അവസരം രണ്ടാം പകുതിയിൽ ലഭിച്ചതാണ്. പക്ഷേ ആ ഹെഡറും വൈഡായിപ്പോയി. എന്തു പറയാൻ, ബംഗ്ലാദേശിനെതിരെയാണ് ഇങ്ങനെയൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി വിജയമില്ലാതെയാക്കുന്നത്. AFC ഏഷ്യൻ ക്വാളിഫയേഴ്സിലെ ആദ്യ മത്സരം വിജയത്തുടക്കമിടാനുള്ള അവസരം പക്ഷേ ഇന്ത്യൻ ടീം കൈവിട്ട് കളഞ്ഞു. ഈ ഗ്രൂപ്പിൽ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ഫിഫ റാങ്കുള്ള ടീം ഇന്ത്യയാണ്. ഏറ്റവും താഴെ റാങ്കുള്ള ടീം ബംഗ്ലാദേശാണ്. ആ ബംഗ്ലാദേശിനോട് ബ്ലൂ ടൈഗേഴ്സിന് ജയിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കളിയിൽ ഇന്ത്യയുടെ ആദ്യ 11-ൽ വിശാൽ കീത്തും രാഹുൽ ബേക്കയും സുഭാഷിഷ് ബോസും സന്ദേശ് ജിങ്കനും ലിസ്റ്റൺ കൊളാക്കോയും ഫാറൂഖ് ചൗധരിയും ഉദാന്ത സിംഗും സുനിൽ ഛേത്രിയും ആയുഷ് ഛേത്രിയും അപ്പുയെയും ബോറിസ് സിംഗും ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ ആദ്യ പകുതി എന്ന് പറയുമ്പോൾ രണ്ട് ടീമിനും ഓപ്പൺ ചാൻസുകൾ ലഭിച്ചതായിരുന്നു. പക്ഷേ അവസരങ്ങൾ മുതലെടുക്കാൻ പറ്റിയില്ല. ബംഗ്ലാദേശിൻ്റെ നിരയിൽ ഇംഗ്ലീഷ് താരം എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ അണ്ടർ-17 ടീമിനൊക്കെ കളിച്ചിട്ടുള്ള പ്രീമിയർ ലീഗ് താരം ഹംസ ചൗധരി ഉണ്ടായിരുന്നു. ഏതായാലും ആദ്യ പകുതി ഗോൾ രഹിതം. രണ്ടാം പകുതിയിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ, അതായത് സുഭാഷിഷ് ബോസിന് ഹെഡ് ചെയ്ത് ഗോളാക്കാനുള്ള അവസരം, അതുപോലെ സുനിൽ ഛേത്രിക്ക് ഹെഡ് ചെയ്ത് ഗോളാക്കാനുള്ള അവസരം, അതൊക്കെ ഇന്ത്യൻ ടീം പാഴാക്കി. കളിയുടെ അവസാന ഘട്ടത്തിൽ ഒരു ബുള്ളറ്റ് ഷോട്ട് ഉതിർക്കുന്നുണ്ട് ബംഗ്ലാദേശിൻ്റെ താരം. പക്ഷേ വിശാൽ കീത്ത് രക്ഷപ്പെടുത്തിയെടുക്കുകയായിരുന്നു. വീണ്ടും ഒരു സുവർണാവസരം ബംഗ്ലാദേശിനും കളിയുടെ ഇഞ്ചുറി ടൈമിൽ ലഭിച്ചു. അത് പക്ഷേ വാറിന് മുകളിലൂടെ അടിച്ചു പറത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. അല്ലെങ്കിൽ ഈ നിരാശ വളരെ വലുതായിട്ട് മാറിയേനെ. എന്തായാലും ഗോൾ രഹിത സമനിലയിൽ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. AFC ഏഷ്യൻ ക്വാളിഫയേഴ്സിൻ്റെ ഗ്രൂപ്പ് സിയിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഓരോ പോയിന്റ് പങ്കിട്ട പോലെ തന്നെ ഹോങ്കോങ്ങും സിംഗപ്പൂരും തമ്മിലുള്ള മത്സരവും സമനിലയിലായി. ഇപ്പോൾ എല്ലാ ടീമുകൾക്കും ഓരോ പോയിന്റുകളാണുള്ളത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.